എല്ലാ കുടുംബത്തിലും ഉണ്ടാവും ഇതേപോലെ ഒരാൾ. അമ്മ ചോറുമതി എടുത്തു വെച്ചോ, ഞാൻ വെളിയിൽ നിന്ന് കഴിച്ചോളാം. മജിസ്ട്രേറ്റ് പണിക്ക് പോവല്ലേ ഒരു ചോറും കൊണ്ട് പോകാനായിട്ട്. അമ്മ എന്താ ഇപ്പൊ പറഞ്ഞേ? എന്താ പറഞ്ഞേ വല്ലതും തെറ്റുണ്ടോ? നിന്നോട് ഞാൻ ഗൾഫിൽ പോകാൻ പറഞ്ഞല്ലേടാ, നീ മനഃപൂർവ്വമാണോ പോകാത്തെ? അതെ, ഞാൻ മനഃപൂർവ്വം പോകാത്തെ. അല്ലേലും അറിയാടാ നീ മനഃപൂർവ്വം പോകാത്തേന്ന്. നീ എങ്ങാണോ പോയി ഞങ്ങൾ രക്ഷപ്പെട്ടാലോ? അല്ലേലും നിന്നെ കൊണ്ട് എന്തുവാണ് ഈ കുടുംബത്തിന് ഒരു പ്രയോജനമുള്ളത്? എന്റെ 16ാമത്തെ വയസ്സ് തൊട്ടാ ഞാൻ ആ വർക്ക്ഷോപ്പിൽ ഈ കുടുംബത്തിന് വേണ്ടി കിടന്ന് പട്ടിപ്പണി എടുക്കുന്നത്. എന്നിട്ട് അതിൽ നിന്ന് സമ്പാദിക്കുന്നതിന്റെ 3/4 ഭാഗം ഈ കുടുംബത്തിന് വേണ്ടിയിട്ടും അച്ഛൻ ഉണ്ടാക്കി വെച്ച കടം തീർക്കാൻ വേണ്ടി ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു നയാ പൈസ എനിക്ക് വേണ്ടി ഞാൻ ചെലവാക്കിയിട്ടില്ല. എനിക്ക് 30 വയസ്സായി. എന്റെ പ്രായമുള്ള എല്ലാവരും ലൈഫിൽ കല്യാണം കഴിഞ്ഞ് സെറ്റിൽഡായി. ഞാനോ ഇപ്പോഴും ഈ കുടുംബത്തിന് വേണ്ടി കാളെ പോലെ കിടന്ന് പണിയെടുക്കുക. പിന്നെ ഗൾഫിൽ പോകാൻ പറയുന്നത് എന്നോടുള്ള സ്നേഹം കൊണ്ടല്ലോ, ഞാൻ അവിടെ ചെന്നിട്ട് അയച്ചു തരുന്ന പൈസയ്ക്ക് വേണ്ടിയിട്ടല്ലേ. എല്ലാ കുടുംബത്തും മൂത്ത മക്കളുടെ വിധിയായി. കൊടുക്കുന്നവനെന്നും കൊടുത്തോണ്ടിരിക്കും, മേടിക്കുന്നവനെന്നും മേടിച്ചോണ്ടിരിക്കും. അമ്മേ, ഞാനൊരു മനുഷ്യനാണ്, മെഷീനാണ്. ഒരുപക്ഷെ ഇത് നിങ്ങളുടെ ജീവിതം ആണ് എന്ന് പോലും നിങ്ങൾക്ക് തോന്നിയേക്കാം. ഒരുപാട് ചിന്തിക്കാനുള്ളതാണ്, ചിന്തിപ്പിക്കാനുള്ളതാണ് ഈ ഒരു വീഡിയോ.